നടനും മിമിക്രി കലാകാരനുമായ ബിജുക്കുട്ടന് വാഹനാപകടം സംഭവിച്ചിരിക്കുകയാണ്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ പുലർച്ചെ 6 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ചെന്നിടിക്കുകയായിരുന്നു. പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. തൊട്ടു പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടതും. ആട് സിനിമയുടെ 3-ാം ഭാഗത്തിന്റെ ലൊക്കേഷനിലേക്കായിരുന്നു ബിജുക്കുട്ടൻ പോവാനിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ബിജുക്കുട്ടനും ഡ്രൈവറും എറണാകുളത്തേക്ക് വരുമ്പോഴായിരുന്നു പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് നിർത്തിയിട്ടിരിക്കുന്ന ലോറിയുടെ അരികിൽ ചെന്ന് കാർ ഇടിച്ചത്. തൊട്ടു പിന്നാലെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയ്ക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നു. നിസാര പരിക്കുകളോടെ അദ്ദേഹം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തീർത്തും അപ്രതീക്ഷിതമായ ഒരു അപകട വാർത്ത തന്നെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട് ബിജുക്കുട്ടനും ഡ്രൈവർക്കും നേരിയ പരിക്കുകളുണ്ട്. ഇരുവരും പാലക്കാട്ടെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായി മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടനാണ് ബിജുക്കുട്ടൻ. മോഹൻലാൽ നായകനായി എത്തിയ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ബിജുക്കുട്ടൻ കൂടുതലും ശ്രദ്ധ നേടിയത്. മിമിക്രി രംഗത്തും സജീവ സാന്നിധ്യമായ ബിജുക്കുട്ടൻ ഈ അടുത്തായിട്ട് അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു. സ്റ്റേജ് ഷോകളുടെ ഭാഗമായി ഒക്കെ തന്നെയും അദ്ദേഹം സോഷ്യൽ മീഡിയയിലും പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സിനിമയിലൊന്നും അത്ര അദ്ദേഹം സജീവമായിരുന്നില്ല. ഇപ്പോൾ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആട് സിനിമയുടെ 3-ാം ഭാഗത്തിലൂടെ ബിജുക്കുട്ടൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനിരിക്കവെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും കാത്തിരിക്കുകയാണ്. കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നും അദ്ദേഹം ഇപ്പോൾ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്.